യേശയ്യ 15-ാം അധ്യായം. മോവാബിനെതിരെ. മോവാബിനെ സംബന്ധിച്ചുണ്ടായ അരുളപ്പാട്. ഒറ്റ രാത്രി കൊണ്ട് ആർപ്പട്ടണം നിർജ്ജനമായി. മോവാബ് നശിപ്പിക്കപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് കിർ നിർജ്ജനമായി. മോവാബ് നശിപ്പിക്കപ്പെട്ടു. അതിനാൽ ദിബോന്റെ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു. നെബോയെയും മെദോബോയെയും കുറിച്ച് മോവാബ് വിലപിക്കുന്നു. എല്ലാ ശിരസും മുണ്ടനം ചെയ്തിരിക്കുന്നു. എല്ലാവരുടെയും താടി ക്ഷൗരം ചെയ്തിരിക്കുന്നു. തെരുവീഥികളിലൂടെ അവർ ചാക്കുടുത്ത് നടക്കുന്നു. പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു. ഹെഷ്ബോണും എലയാലെയും ഉറക്കെ കരയുന്നു. അവരുടെ സ്വരം യഹസ് വരെ കേൾക്കാം. മോവാബിലെ ആയുധധാരികളും ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവന്റെ ഹൃദയം വിറകൊള്ളുന്നു. എൻ്റെ ഹൃദയം മോവാബിനു വേണ്ടി നിലവിളിക്കുന്നു. അവിടുത്തെ ജനം സോവാറിലേക്കും എഗ്ലാത്ത് ഷെലീഷയായിലേക്കും പലായനം ചെയ്യുന്നു. ലുഹിത്ത് കയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു. ഹൊറോനയിമിലേക്കുള്ള വഴിയിലും അവർ നാശത്തിന്റെ നിലവിളി ഉയർത്തുന്നു. നിമ്രീമിലെ ജലാശയങ്ങൾ വറ്റിവരണ്ടു. പുല്ലുകൾ ഉണങ്ങി. ഇളം നാമ്പുകൾ വാടിപ്പോയി. പച്ചയായതൊന്നും അവിടെ കാണാനില്ല. അതിനാൽ അവർ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അരുളിച്ചെടികൾ തിങ്ങി നിൽക്കുന്ന അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു നിലവിളി മോവാബിലാകെ മുഴങ്ങുന്നു. അത് എഗ്ലായിമിലും ബേറമിലും വരെ എത്തുന്നു. ദിബോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദിബോന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും. മോവാബിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ ഒരു സിംഹത്തെ ഞാൻ അയക്കും.